ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹു നമുക്കിങ്ങനെ ഈ ഒരു ഖുർആനിന്റെ മജ്ലിസിൽ അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാ. അള്ളാഹു ഈ സദസ്സിനെ പരിപൂർണമായും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ നാളെ പരലോകത്ത് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ സദസ്സിൽ കൂടിയതിന്റെ ആ ഒരു സദസ്സിന്റെ ഫളല് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും തിന്മകളെ പുറത്ത് മാപ്പാക്കി ആ തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റി തരുമാറാകട്ടെ. ആമീൻ. ഒരു സഹോദരി ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തുടക്കത്തിൽ തന്നെ പറയാം, ലാസ്റ്റ് ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലോ. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ കുടുംബത്തിലെ ഒരാളാണ്, ദുബായിലുള്ള. പെട്ടെന്ന് എന്തോ ബ്രെയിനില് പിന്നെ ബാക്ടീരിയ എന്തോ കയറിച്ച് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അവിടെ വർക്ക് ചെയ്യുന്നതാണ്. 30 വയസ്സിന് താഴെ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് അള്ളാഹു അല്ലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്രയും പെട്ടെന്ന് അള്ളാഹു അത് ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. ഒരു പ്രയാസം ഇല്ലാണ്ടല്ലേ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ, ഹോസ്പിറ്റലിൽ വിട്ട് അല്ലെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കാരണം അല്ലെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അല്ലെ അള്ളാഹുവിന്റെ കഴിവിൽപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിന് പുറമെ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഒന്ന് സഹോദരി ഒന്ന് ഓർമ്മിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു അവർക്ക് പരിപൂർണമായി ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ. എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അമീൻ. പ്രാർത്ഥന. അതുപോലെ അല്ലാഹുമ്മ ഔദുബിക മിൻ ജഹദിൽ ബലാഇ വസൂഇൽ ഖലാഇ, അതുപോലെ അല്ലാഹുമ്മ ഔദുബിക മിൻ സവാലി നിഅമതിക, ഇങ്ങനെ തുടങ്ങുന്ന ആ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അല്ലാഹുമ്മ ഔദുബിക വരുന്നതെല്ലാം ഓർമ്മിക്കുക, അതൊരു ചങ്ങലയിലാക്കി ചേക്കുക. അതുപോലെ അല്ലാഹുമ്മ അസ്അലുക വരുന്നത് അങ്ങനെ വരാ, പിന്നെ റബ്ബന വരുന്നത് അങ്ങനെ അങ്ങനെ ഓരോന്നും ഓർമ്മിച്ചിട്ട് ഇട്ടതിനാൽ തന്നെ നമുക്ക് കിട്ടും. റബ്ബന വരുന്ന എത്രയാ പ്രാർത്ഥന ഉള്ളത് അല്ലേ? ഖുറാനിൽ തന്നെ ഒരുപാടുണ്ടല്ലോ. ഖുറാനിലെ പ്രാർത്ഥന ഓർമ്മിക്കുക, ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ ഓർമ്മിക്കുക. എല്ലാ ഓർമ്മയോട് കൂടി ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഖിയാമയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 14 ആയത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അൽഹംദുലില്ലാ. 14 അല്ല അല്ലെ, 15 ആയത്ത്. 15 ആയത്ത് എടുത്ത്. അപ്പം ഇനി നമുക്ക് 16-ാമത്തെ ആയത്താണ് എടുക്കാനുള്ളത്. അപ്പം ഇതുവരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഖിയാമത്ത് നാളും മരണാനന്തര ജീവിതവും മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അറിയാത്ത ആൾക്കാർക്ക്, പിന്നെ അതായത് വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇതിനപ്പുറം എന്താണ് തെളിവ് വേണ്ടത് എന്നുള്ള നിലക്ക് അള്ളാഹു ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തന്നു അല്ലെ? അതുപോലെ മനുഷ്യൻ പരലോകത്ത് എത്തിക്കഴിഞ്ഞാല് നമ്മുടെ വലുതും ചെറുതുമായ അല്ലെ, നമ്മള് മുന്തി വെച്ചതും പിന്തി വെച്ചതുമായ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും നമുക്ക്. അവിടെ നമ്മളെ അറിയിക്കും അല്ലെ? നമ്മളെ കർമ്മരേഖ നമ്മളെ കയ്യിൽ വെക്കുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലെ? നാളത്തെ ശാശ്വതമായ സ്വർഗം, ആ സ്വർഗീയ സുഖങ്ങൾ നമുക്ക് ലഭിക്കാൻ, അതുപോലെയുള്ള സുഖാനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പരിശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അള്ളാഹു അത്തരത്തില് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി 15-ാമത്തെ ആയത്ത് നോക്കിക്കോ. അല്ല, 16-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه لا تحرك به
ലിസാനക ലിതഅജല ബിഹി. ലാ തുഹരിക് എന്താണ്? നീ ചലിപ്പിക്കണ്ട അല്ലെ. ലിസാനക നിന്റെ നാവിനെ. ലാ തുഹരിക് ബിഹി അതുകൊണ്ട് ലിസാനക നിന്റെ നാവ് ലിതഅജല ബിഹി അത് ധൃതിപ്പെട്ടുകൊണ്ട് അതായത് അടുത്ത ആയത്തും കൂടി പറയാം. ഇന്ന അലൈന നിശ്ചയമായും നമ്മുടെ മേലാണ് ജംഅഹു അതിനെ ഒരുമിച്ച് കൂട്ടൽ, അതായത് സമാഹരിക്കൽ, വ ഖുർആന പിന്നെ അതിനെ ഓതിത്തരലും. ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന. ഫഇദാ ഖറഅനാഹു നീ ഓതുന്നതായാൽ ഫത്തബി നീ അതിനെ പിൻപറ്റുക, ഖുർആന അതിന്റെ വായനയെ. ഇത് എന്തിനെ കുറിച്ചാ പറയുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ അല്ലെ? ഖുർആനിനെ കുറിച്ചാ പറയുന്നത് എന്നുള്ളത് മനസ്സിലായി അല്ലെ? അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആശ്വാസവുമായി കൊണ്ടാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഭയം ഉണ്ടാവൂലേ? അപ്പോ സ്പീഡിൽ ഇങ്ങനെ ഓതും. അപ്പോ അതാണ് അള്ളാഹു താല പറയുന്നത്, നീ എന്താക്കണ്ട, നീ ധൃതി കൂട്ടണ്ട. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഈ ഖുർആൻ അല്ലെ, ഖുർആൻ ഇതിന് വേണ്ടിയിട്ട് എന്താക്കണ്ട, ധൃതി കൂട്ടിയിട്ട് നിന്റെ നാവ് ചലിപ്പിക്കണ്ട, ധൃതിയാക്കണ്ട. കാരണം എന്താ? ഇന്ന അലൈന ജംഅഹു വ ഖുർആന നമ്മുടെ മേലാണ് എന്തിന് അതിന്റെ അല്ലെ, അത് നിന്റെ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയത്തില് അതിനെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അതാ അള്ളാഹു തആല പറയും, അത് എന്റെ മേലെ ബാധ്യത. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. നീ നിനക്ക് ഓതിത്തരലും അത് നിന്റെ ഹൃദയത്തിൽ അതിനെ ഉറപ്പിക്കലും അതിനെ ഒരുമിച്ച് കൂട്ടലും എല്ലാം എന്റെ മേലാണ് ബാധ്യത. അതുകൊണ്ട് നീ ഫഇദാ ഖറഅനാഹു അതിനെ ഓതിയാൽ അല്ലെ, ആ ഖുർആനിനെ നിനക്ക് ഓതി തന്നാൽ നീ എന്താക്കിയാ മതി? അതിന്റെ പാരായണത്തെ നീ പിന്തുടർന്നാ മതി അല്ലെ. ഇങ്ങനെ ഓതി തരുമ്പോ അത് ഓതിയാ മതി. ഇപ്പൊ ഒരാൾ ഓതിക്കൊടുക്കുന്ന കേൾക്കുന്ന ആൾ എന്താക്കും? അത് കേട്ടിട്ട് ഓതൂലേ? അതേപോലെ മതി. പാരായണത്തിൽ പിന്തുടരാന്നുള്ളതും പിന്നെ ഖുർആനിനെ പിൻപറ്റാന്നുള്ളതും രണ്ടും അതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പം പരിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് പറയുമ്പോ നമുക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ത്വാഹയിൽ പറയുന്നുണ്ട്. സൂറത്തു ത്വാഹ 114. അവിടെ ഖുർആനെ കുറിച്ച് 113, 14 ആയത്തുകളിൽ വരുന്നുണ്ട് അല്ലെ. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ അല്ലെ. 114 സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വന്നു കഴിഞ്ഞാല് അവിടുന്ന് ജിബ്രീൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അത് മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടാറുണ്ട്. അപ്പോ അവിടെ അള്ളാഹു തആല പറയുന്നത്, അള്ളാഹു അല്ലെ, തആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്, അള്ളാഹു അത്യുന്നതനും അല്ലെ രാജാതിരാജനുമാണ്. അതുകൊണ്ട് തന്നെ നീ എന്താക്കണ്ട, നിനക്ക് ആ വഹി അവിടെ ഇറങ്ങിയിട്ട് നിനക്ക് പിന്നെ ഇതാക്കി തരുന്നതിന് മുമ്പേ തന്നെ നീ ധൃതി കാണിക്കണ്ട. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി. എന്താ പ്രാർത്ഥിക്കണ്ടേ? വഖുൽ റബ്ബി സിദ്നി ഇൽമാ. പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. റബ്ബി സിദ്നാ ഇൽമാ അല്ലെ, റബ്ബി സിദ്നി ഇൽമാ. എന്തായാലും കുഴപ്പമില്ല, സിദ്നി എന്ന് പറയുമ്പോ എനിക്കാകും, സിദ്ന എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എന്നുള്ള ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഏതൊരാളും എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ്, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കെല്ലാം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്കെല്ലാം ചിലപ്പോൾ അറിയുണ്ടാവും, ഉമ്മമാർക്കായിരിക്കും ചിലപ്പോൾ അറിയാത്തെ അല്ലെ.
മദ്രസയിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുമല്ലോ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണം. അതുപോലെ റസൂലുള്ളാന്റെ നിത്യേനയുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അതും നമ്മൾ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം പറയണം. ഉം ഉം ആരി പ്രാർത്ഥന. അതുപോലെ മറ്റേ പ്രാർത്ഥനയില്ല, അല്ലാഹുമ്മ അബ്ദുക ഇബ്നു അബ്ദിക എന്നുള്ളതിൽ അവസാനം വരുന്നില്ല, അല്ലാഹ് അൻത ജഅൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി. അതും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇവിടെ റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ് എന്ത്, നീ തിരക്കാക്കണ്ട, ധൃതി കൂട്ടണ്ട, സമാധാനത്തിൽ കേട്ടിട്ട് പഠിച്ചാൽ മതി. അത് ഹൃദയത്തിൽ പതിപ്പിച്ചു തരാന്നുള്ളത് ആരുടെ ബാധ്യതയാണ്? അത് അള്ളാഹിന്റെ മേലെ ബാധ്യതയാണ് അല്ലെ. അതുകൊണ്ട് പിന്നെ ധൃതിപ്പെടണ്ട, ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി. എന്തേ, റബ്ബി സിദിനി ഇൽമ എന്ന് നീ പ്രാർത്ഥിച്ചാ മതി എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ഖുറാനില്. ഇപ്പം പിന്നെ ഇത് റസൂലുള്ളാഹിനോട് മാത്രമുള്ള കൽപ്പനയല്ല അല്ലെ, ഇത് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ധൃതി കാണിക്കേ വേണ്ട. ഞാൻ അറിയാം, പഠിക്കുന്ന കാര്യത്തിലും തന്നെ സ്ലോ ആയിട്ട് പഠിക്കുന്നതാ നല്ലത്. തിരക്ക് പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? അതേപോലെ തിരക്ക് പിടിച്ചിട്ട് മറന്നു പോവും. അതുകൊണ്ട് ധൃതി കാണിക്കണ്ട. പിന്നെ ആവർത്തിച്ച് പാരായണം ചെയ്യാന്നുള്ളതാണ് ഖുർആനിനെ നമുക്ക് ഹിഫ്ള് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധി. ഒരായത്ത് നമ്മൾ എത്ര തവണ ആവർത്തിച്ച് പാരായണം ചെയ്തോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മനസ്സിൽ അതിന്റെ സ്ഥാനം. ചില ആയത്തുകൾ നമുക്ക് ടഫായിട്ടുണ്ടാകുമ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഓതി നോക്കിയെങ്കിൽ മറ്റുള്ള ആയത്തിനെക്കാട്ടി ഈസി ആ ആയത്തായിരിക്കും. വലിയ ആയത്ത് കാണുമ്പോൾ നമുക്ക് ഇത് കുറേ പ്രാവശ്യമല്ലേ പഠിച്ച് അങ്ങനെ ആകുമ്പോ പിന്നെ അത് നല്ല തറവായിട്ടുണ്ടാവും. ചെറിയ ആയത്ത് ചിലപ്പോൾ കിട്ടൂല അല്ലേ. ശരിക്കും ഇപ്പൊ അനക്കധികം അങ്ങനെയാ സംഭവിക്കുന്നത്. ഇന്നലെ ഞാന് ഓഹില്ലലൊക്കെ ഓതിച്ച് അതിന്റെ അടുത്തായത് നമുക്ക് കിട്ടുന്നില്ല. നല്ല ഈസി ആയിട്ട് ഓതുന്നതല്ലേ, അതിന്റെ തുടക്കം എന്താക്കിയിട്ടും കിട്ടുന്നില്ല. ഇങ്ങനായിപ്പോയി, ഞാൻ ആകെ എന്തോ സ്റ്റക്കായി പോലെ ആയിപ്പോയി. ബേജാറാവുകയും ചെയ്യും. റബ്ബി സിദ്നി ഇൽമൻ നാഫിയ പറയണോ? റബ്ബി സിദ്നി ഇൽമാന്നും പറയാ, റബ്ബി സിദ്നി ഇൽമൻ നാഫിയാന്നും പറയാം. അപ്പൊ പിന്നെ ആവർത്തിച്ച് പാരായണം ചെയ്യാം. നമ്മള് ഖുർആനിനെ അല്ലെ മനസ്സിരുത്തി സമാധാനത്തില് പാരായണം ചെയ്യുക, പഠിക്കുക. പിന്നെ നല്ലോണം പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മസ്റ്റാണ്. റസൂലുള്ളാഹിനോട് തന്നെ എന്താ അള്ളാഹ് പറഞ്ഞത്? നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ റസൂലിനെക്കാട്ടി വലിയ ആളൊന്നും ആയിട്ടില്ല. നല്ലോണം പ്രാർത്ഥിക്കാം, പഠിക്കാൻ കഴിയാനും പഠിച്ചത് ഹൃദയത്തിൽ നിലനിൽക്കാനും. നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്തിട്ട് ഓതിയാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ കാര്യം നടക്കൂല അല്ലെ. ആദ്യം റിക്വസ്റ്റ് പോകണം അല്ലെ. അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്ത് കാര്യം അല്ലെ. എനിക്ക് നല്ലോണം പഠിക്കാൻ കഴിയണേന്ന് പ്രാർത്ഥിക്കുമ്പോ നമ്മളെ പോലെ പഠിക്കുന്ന കുറെ ആൾക്കാരില്ലേ അല്ലെ. എല്ലാവർക്കും പഠിക്കാൻ കഴിയണേ അല്ലെ, എല്ലാവർക്കും മനസ്സിലാകണേ. ഒരു ക്ലാസ് കേട്ടാൽ അത് മനസ്സിലാകണേ, അവർക്കും മനസ്സിലാകണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മലക്കളുടെ പ്രാർത്ഥനയും കൂടി കിട്ടും. അപ്പം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഇങ്ങനെ ധൃതി കാണിക്കുന്നതിന്റെ അനുബന്ധിച്ചിട്ടാണ് ഈ വചനങ്ങൾ അവതരിച്ചത് എന്നാ പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് തല താഴ്ത്തി പിന്നെ കേൾക്കലാന്ന് എന്നാ പറയുന്നത്. എന്നുവെച്ചാല് അള്ളാഹു താല പറഞ്ഞു, നീ എന്തിനാ ധൃതി കാണിക്കുന്നല്ലേ, നീ ഇങ്ങനെ നാവിട്ട് അലക്കണ്ട, ചലിപ്പിക്കണ്ട, നാവിനെ ധൃതി കാണിക്കണ്ട. അത് പിന്നെ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരാന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് പിന്നെ നീ അത് പേടിക്കണ്ട. പിന്നെ സുമ്മ ഇന്ന അലൈന ബയാന അല്ലെ, അത് ഞാൻ എന്താക്കി തരൂ, പിന്നീട് ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാന്ന് പറയുന്നുണ്ട് അല്ലെ, വിശദീകരിച്ച് തരാ. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നീ പേടിക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസവുമായിക്കൊണ്ടാണ് ഈ ഖുർആനിക വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ പറയാനെന്ത്, ഫഇദാ ഖറഅനാഹു ഫത്തബിർ ഖുർആന അല്ലെ.
നീ ഓതിയാല് നീ എന്താക്കിയാൽ മതി? ഖുർആനിന്റെ പാരായണത്തെ നീ പിൻപറ്റിയാൽ മാത്രം മതി എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പരിശുദ്ധ ഖുർആനില് ഇവിടെ ഇതൊരു ഖുർആനിനെ കുറിച്ചിട്ടുള്ള ആയത്തല്ലേ അല്ലെ? ഖുർആനിനെ കുറിച്ച് തന്നെ ഖുർആനില് കുറേ സ്ഥലങ്ങളില് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞ വേറെ ചില ആയത്തുകൾ അവിടൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ധൃതി കാണിക്കണ്ട. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തി തരും. നീ അത് കേട്ടാൽ അത് പിൻപറ്റിയാൽ മതി അല്ലെ. അത് പാരായണം ചെയ്യുമ്പോൾ നീ അതിനെ പിന്തുടർന്നാൽ മതി. എല്ലാ നിലക്കും നമ്മൾ പിൻപറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അല്ലെ. ഖുർആനിനെ നമ്മൾ ഇമാമാക്കി നിർത്തണം അല്ലെ. ഇപ്പൊ ഖുർആനെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ സൂറത്ത് യൂനുസിലെ 57-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും. അല്ലേ, മനുഷ്യരെ, ഖുർആൻ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. മൗഇലത്താണ് അല്ലെ. ജസ്റ്റ് എഴുതുന്നവർ നോട്ട് ചെയ്ത് വെച്ചോ. ഖുർആൻ നമുക്ക് എന്താണ്? സതുപദേശം. മൗഇലത്ത് എങ്ങനെ? 57. എന്ത് ഖുർആനെ കുറിച്ച്? ഖുർആൻ എന്നുള്ള പദം അതെനിക്കറിയില്ല. ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും അല്ലെ. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സതുപദേശം വന്നിരിക്കുന്നു. ഇവിടെ സതുപദേശം എന്നുള്ള നിലക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മൗഇലത്ത്, സതുപദേശം. പിന്നെ അതെ അതെ. അതുപോലെ സൂറത്ത് സ്വാദ് 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ്. സ്വാദ് വൽ ഖുർആനി ദി ദിക്ർ അല്ലേ. ഖുർആൻ എന്താണ്? അത് ഒരു ഉത്ബോധനമാകുന്നു. ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നതാണ് ഖുർആനാണ്. അവിടെ ഖുർആൻ തന്നെയാണ് സത്യം ചെയ്തിട്ട് പറയുന്നത് അല്ലെ. സൂറത്ത് സ്വാദ് 1-ാമത്തെ ആയത്ത്. ആയത്ത് നമ്പർ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ അത് എന്തിനെ കുറിച്ച്? ഒന്നാമത്തത് മൗഇലത്താന്ന് പറഞ്ഞ്, പിന്നെ ഖുർആൻ എന്താണ്? ഉത്ബോധനമാണെന്ന് പറഞ്ഞു അല്ലെ. അതിന്റെ അടുത്ത ആയത്ത് നോക്കിക്കോ. എന്താണ്? വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക് അല്ലെ. സ്വാദിലല്ല, സൂറത്ത് 43 സുഹ്റുഫില്. അത് ദിക്റാണ്. ദിക്റുവാണ് നിനക്കും നിന്റെ ജനതക്കും. ഇവിടെ മൊത്തത്തില് ഉത്ബോധന എന്ന് പറഞ്ഞു. പ്രത്യേകം ദിക്റുല്ലക വലിഖൗമിക എന്ന് പറഞ്ഞു. സൂറത്തു സുഹ്റുഫിലെ 43-ാമത്തെ ആയത്ത്, 44-ാമത്തെ ആയത്ത്. നിനക്കും നിന്റെ ജനതക്കും ഉത്ബോധനം. പിന്നെ സൂറത്തുൽ അറാഫിലെ 52-ാമത്തെ ആയത്ത് എന്താ പറയുന്നത് അവിടെ? വലഖദ് ജിനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യുഅ്മിനൂൻ. ഹുദൻ വറഹ്മത്തുൻ ആണല്ലേ. വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം. അത് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് എന്താണ്? ഹുദയും റഹ്മത്തും ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഹുദൻ വറഹ്മത്തുൻ ലിഖൗമി യുഅ്മിനൂൻ. സൂറത്തുൽ അറാഫിലെ 52-ാമത്തെ ആയത്ത്. ഹുദൻ വറഹ്മത്തുൻ വേറെ സ്ഥലത്തും വന്നിട്ടുണ്ടല്ലേ. ഹുദൻ ലിന്നാസി ഷഹ്റു റമദാൻ അല്ലദീ. ഇത് ഏത് സൂറത്താന്ന് എനിക്ക് അറിയില്ല. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ അല്ലേ. സൂറത്തുൽ ബഖറയിലെ തമാശക്ക് പോലും പറയാൻ പറ്റൂല അല്ലേ.
സൂറത്ത് ബക്കറയിലെ 185 ആയത്ത്. മാഷാ അല്ലാ. ആയത്ത് നമ്പറിന്റെ ഒരാളുടെ ഇവിടെ ഇരിക്കുന്നു. മാഷാ അല്ലാ. ഞാൻ ഇന്ന് ഓതീനിത്. മാഷാ അല്ലാ. ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ. അല്ലേ? അത് ഖുർആൻ ഇറങ്ങിയ മാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് അല്ലെ. ഖുർആൻ അതും എന്താണ്? ഹുദയാന്ന്. ബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ. അല്ലെ? സത്യവുമായി കൊണ്ട് നേർമാർഗം കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാകുന്നു. അത് മാത്രമല്ല സുവ്യക്തങ്ങളായ തെളിവുകളും. അല്ലെ? സത്യാസത്യ വിവേചന ഗ്രന്ഥം. പിന്നെ ഉണ്ടാവും. നോക്കാം. നമുക്ക് പോകെ നോക്കാം. കൊറേ സ്ഥലത്തുണ്ട്. നിങ്ങളെ എഴുതി തളരോന്നറിയില്ല. വെറുതെ അവിടെ എഴുതി വെച്ചോന്ന് അറിയാലോ. അല്ലെ? ഖുർആനിനെ കുറിച്ച് ഖുർആനിൽ എന്തെല്ലാം പറഞ്ഞെന്നുള്ളത് നമുക്ക് അറിയാലോ. എപ്പെങ്കിലും പിന്നെ എന്തെങ്കിലും സമയം കിട്ടിയിട്ട് ഒഴിവ് കിട്ടുമ്പോ വെറുതെ ഈ നമ്പറെല്ലാം എടുത്ത് ഖുർആനെല്ലാം എടുത്ത് ഒന്ന് തട്ടി നോക്കിയാല് ഒരു ബന്ധായില്ലേ? എല്ലായിടത്തും ഉണ്ട്. സമാധാനിക്ക്. നമുക്ക് അവിടെ എത്തട്ട്. സൂറത്തുൽ ഫാത്തിറില് വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി 31-ാമത്തെ ആയത്ത്. അവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അത് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലേ? മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിയിട്ട് നമ്മളിപ്പോ സൂറത്ത് ആല് ഇമ്രാനിൽ പഠിച്ചില്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ഖുർആൻ സൂറത്ത് സ്വാദിലെ 29-ാമത്തെ ആയത്ത്. അവിടെ ഖുർആൻ എന്താണ് അവിടെ പറയുന്നത് വെച്ചാല് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. ചിന്തിച്ച് അല്ലെ ബുദ്ധിമാന്മാർക്ക് പിന്നെ ചിന്തിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അതുപോലെ 17 സൂറത്തുൽ ഇസ്രായില് പറയുന്നത്, ഇസ്രായില് 105-ാമത്തെ ആയത്ത്. അവിടെ എന്താ പറയുന്ന അറിയോ? വബിൽ ഹഖി അൻസൽനാഹു വബിൽ ഹഖി നസല വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ. സന്തോഷ വാർത്തയും താക്കീതുമായിക്കൊണ്ട്. അല്ലെ? 105. പിന്നെയോ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തുൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. ഇതെവിടെയാണെന്നറിയോ? 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലില് അവിടെ റഹ്മത്തുൻ ഹുദയും ആണ് റഹ്മത്തും ആണ്. അല്ലെ? സന്മാർഗമാണ്, കാരുണ്യാണ്, പിന്നെ മുസ്ലിമീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. 89. വെള്ളമുണ്ടോ അടുത്തെങ്കിലും? വെള്ളം ഉണ്ടോ? ഒന്ന് ആടുന്ന് എടുത്തരോ ആരെങ്കിലും? അവിടെ ഫിൽറ്ററിലില്ലേ? അവിടെ ഉണ്ട്. ജീവിതത്തിലും നമുക്ക് ഇത് ഖുർആൻ ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ രൂപത്തിലാവുന്നുണ്ടോ? അല്ലെ? നമുക്ക് ഹുദ ആകുന്നുണ്ടാ? നമുക്ക് റഹ്മത്ത് ആകുന്നുണ്ടാ? നമുക്ക് ബുഷ്റ ആകുന്നുണ്ടാ? അല്ലെ? ഒരു പരിധി വരെ അല്ലെ? ഒന്നുകൂടി ഉണ്ട്. വേറെ ഒരാളും കൂടി ഉണ്ടല്ലേ? അല്ലാഹു അക്ബർ.
ഇതാ ഒന്നും കൂടി ഇത് പൊടിച്ചിട്ട് കൊടുത്താ. ഏ ടീച്ചർ അങ്ങനത്തെ തിന്നു ടേസ്റ്റ്. ഖുർആനിനെ കുറിച്ച്, ഖുർആനിനോടുള്ള മുൻഗാമികളുടെ സമീപനം എന്താന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളെല്ലാ കാര്യങ്ങളും അല്ലെ, സഹാബാക്കളിൽ നിന്നും അവരെ തുടർന്ന് താബീങ്ങളിൽ നിന്നും താബികൾ, അവരെ തുടർന്ന് അല്ലെ ഒരുപാട് നല്ല ഇമാമിങ്ങള്, അവരൊക്കെ ഈ ഖുർആനിനോട് എടുത്ത ആ ഒരു സമീപനം എന്താന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഖുർആനിന്റെ പഠനത്തിലാണല്ലോ നമ്മളുള്ളത്. ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖുർആനിനെ കുറിച്ച് തന്നെ, ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്, മുൻഗാമികളുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തിയതുപോലെ നമുക്കത് പറ്റുന്നുണ്ടോ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത്, ഖുർആൻ പഠിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെയും മേലെ നിർബന്ധമായ ഒരു ബാധ്യതയാണല്ലോ അല്ലെ. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ട് തന്നെ നമ്മൾ ഖുർആനിലേക്ക് പഠിക്കാൻ ഇറങ്ങാം. പിന്നെ ഖുർആൻ ഹുദയാന്ന് പറഞ്ഞു. അപ്പൊ ആ ഹുദ നമുക്ക് കിട്ടണം അല്ലെ. ഹുദല്ലിൽ മുത്തഖീൻ. അപ്പൊ ആ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. അപ്പൊ അതെന്താന്ന് ഹുദ എന്താന്ന് അത് നമുക്ക് ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് മുത്തഖീങ്ങള്, അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന്, ഇതെല്ലാം നമ്മളിങ്ങനെ അറിയണമെങ്കിൽ നമുക്കത് ഖുർആനിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും അല്ലെ. അപ്പൊ മുൻഗാമികൾ അതിനോട് സ്വീകരിച്ച ആ ഒരു സമീപനം, സഹാബിമാരും താബികളും ഖുർആനെ കുറിച്ച് എന്താണ് പറഞ്ഞത്. അപ്പം സുഫിയാൻ സൗരി റഹ്മുള്ള നമ്മൾ അധികം കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ഈ ചില പണ്ഡിതന്മാരെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണത് അല്ലെ. അദ്ദേഹം പറയുന്നത്, എന്റെ പഠനം ഖുർആനിൽ പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ, അതായത് അതിൽ മാത്രം വേറെ ഒരു കാര്യം പഠിക്കാണ്ട് ഖുർആൻ മാത്രം പഠിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. ഓരോരുത്തരും അല്ലെ ഓരോന്നിലും അവഗാഹം നേടുന്നുണ്ട്. പക്ഷെ ഖുർആൻ തന്നെ നമുക്കുണ്ടല്ലേ, പഠിച്ചാലും 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 തീരാത്തത്ര. ഇപ്പൊ ഖുർആൻ എടുക്കുമ്പോ നമുക്ക് ഖുർആൻ ഏത് ഭാഷയാണ്? അറബി ഭാഷയാണ് അല്ലെ. അപ്പൊ എന്താക്കണം? അറബി പഠിക്കണം അല്ലെ. ശരിക്കും അറബി പഠിക്കുന്നത് എന്താണ്? കൂലിയുള്ള കാര്യമാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിർബന്ധം എന്ന് വെച്ചാല് അത് നോക്കി വായിക്കാനെങ്കിലും അറിയണം അറബി. കാരണം എന്നാലേ നമുക്ക് ഖുർആൻ ഓതാനും പഠിക്കാനെല്ലാം കഴിയൂ അല്ലെ. അറബി ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ അതിന്റെ നഹ്വ്, സർഫ്, ബലാഗ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ചെങ്കിലും പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ ഖുർആൻ പഠിക്കാന്, അറബി ഭാഷ പഠിക്കാനെല്ലാം എത്രയാ ലിങ്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിലെങ്കിലും ഒന്നിൽ കേറി പറ്റിയിട്ട് ഒരു കുറച്ചെങ്കിലും ഹുമാഹും ഹിയ ഹുമാഹും ഉന്ന എല്ലാം തന്നെങ്കിലും പഠിച്ചു വെച്ചാല് ല്ലേ, കുറച്ചെങ്കിലും അറിഞ്ഞാല് നമുക്ക് ഈ ഖുറാനിനെ പഠിക്കാൻ എല്ലാം എളുപ്പാ. അപ്പൊ ഖുറാന്റെ പഠനം, ഇപ്പൊ അറബി ഭാഷാ പഠനം, പിന്നെ അതുപോലെ ഇപ്പൊ ഖുറാനിന്റെ പാരായണം പറയുമ്പോ അത് പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? തജ്വീദ് പഠിക്കണം അല്ലേ. ശരിക്കും അതും ഒരു പഠനല്ലേ, അതും ഖുറാനിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. തജ്വീദ് പഠിക്കുന്നത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കും ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കബറ്റിൽ എത്തുന്ന സമയമാവും, അതുകൊണ്ട് മതി അതൊന്നും പഠിക്കണ്ടെന്ന് വെച്ചിട്ട് വേഗം ഖുറാന ഇഫ്ലാക്കാൻ നോക്കുകയും ചെയ്യാം അല്ലെ. പക്ഷെ നിങ്ങൾ ശരിക്കും ഭാഷ പഠിക്കാൻ ഇറങ്ങിയാൽ അതിലൊരു പ്രതിഫലം ഉണ്ട്. നമ്മളെ മുമ്പിൽ നിയത്ത് എന്തുണ്ട്? ഈ ഖുർആനിനെ ശരിക്കും മനസ്സിലാക്കണം എന്നുള്ള നിയത്താണ്. അപ്പൊ നമുക്ക് ആ പ്രതിഫലം എന്തായാലും കിട്ടും. അതെല്ലാം പഠിച്ചിട്ട് ഖുർആൻ പഠിക്കുമ്പില്ലേ, അത് വേറെ തന്നെയാണ്. പെട്ടെന്ന് പഠിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും. ഒരു തെറ്റ് വരുമ്പോ അത് തിരുത്താൻ കഴിയും നമുക്ക്. തജ്വീദ് പഠിച്ചാല് അല്ലെ, തജ്വീദ് പഠിച്ചിട്ട് ആരെങ്കിലും തജ്വീദ് തെറ്റിച്ചിട്ട് ഓതുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അല്ലെ. അതേസമയം ആ തജ്വീദോട് കൂടി പാരായണം ചെയ്ത് കേൾക്കുമ്പോ ഭയങ്കര ഒരു ആസ്വാദനമാണ് അല്ലെ. മാഷാ അല്ലാ. അപ്പൊ നമ്മളൊന്നും എവിടെ എത്തിയിട്ടൊന്നുമില്ല, എന്നിട്ട് നമുക്ക് ഇത്ര വലിയ അഹങ്കാരം. ശരിക്കും തജ്വീദിന്റെ പഠനം എന്ന് പറയുന്നത് ഡീപ്പായിട്ട് പഠിക്കുമ്പോ തെറ്റാതെ, അപ്പൊ അതുകൊണ്ട് നിർബന്ധമായ ഒരു ബാധ്യതയായിട്ട് തന്നെ ഏറ്റെടുത്തിട്ട് തജ്വീദിന്റെ പഠനത്തിന് തന്നെ ഇന്ന് ഇഷ്ടംപോലെ അവസരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഇറങ്ങിത്തിരിക്കുക. എല്ലാം പ്രതിഫലമുള്ള കാര്യം. ചരിത്രം പഠിച്ചാലോ അതും പ്രതിഫലമുള്ള കാര്യം തന്നെയാണ്.
അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പഠനത്തിലേക്ക് ഇറങ്ങുന്നതിന് ആരും മടി കാണിക്കണ്ട കേട്ടാ. പ്രായം ഒരു പ്രശ്നമേ ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലെ, ഉമർ റളിയല്ലാഹു അൻഹു അവരൊക്കെ പ്രായം അങ്ങ് എത്തിയിട്ടാ പഠിക്കാൻ തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ വഹി ഇറങ്ങുന്ന ഇഖ്റ എന്ന് പറയുമ്പോ എനിക്കറിയോ ഇഖ്റ എന്ന് പറഞ്ഞാല് എന്താ വായിക്കണ്ടേ? എനിക്കറിയില്ല അല്ലെ. വായന എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ അറിയില്ല. അത്രയല്ലേ അറിയണ്ടു. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഏതോ ഒരാളെ വീട്ടില് പെണ്ണുണ്ടായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പോയിന് വരും. ഏതോ ഒരു സഹാബിന്റെ വീട്ടില് പെണ്ണ് അത് എന്താന്ന് അറിയാത്തോടെ എന്ത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നിരക്ഷരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എഴുത്തും അറിയില്ല വായനയും അറിയില്ല. അങ്ങനത്തെ ഒരാളോടല്ലേ ഇഖ്റ ഇഖ്റ അല്ലെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അല്ലെ. നമ്മളോട് ആദ്യം അള്ള പറഞ്ഞത് ഇഖ്റ എന്നാണ്. ഇഖ്റ എന്നുള്ള കൽപ്പനയെ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താക്കണം? വായിക്കണം അല്ലെ. ആ വായിച്ച് 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 പഠിക്കണം നമ്മള്. അപ്പൊ അതുകൊണ്ട് അള്ളാന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നത്. പഠനം എന്നുള്ളത് അല്ലെ. വായനാ ദിനത്തിലെല്ലാം സ്കൂളിലെല്ലാം ഈ ആയത്താന്ന് ഓതി കൊടുക്കാന്. സ്കൂളിൽ ഇപ്പോ ഈ ആയത്താ ഓതുന്നു അവര്. സ്റ്റാറ്റസ് എല്ലാം വെക്കുന്നുണ്ട്. എല്ലാം എല്ലാം പഠിക്കണോ? എല്ലാ പഠനവും വേണം. അതെ. സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഖുർആനിന്റെ പഠനം. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് അദ്ദേഹം പറയുന്നത് ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പാഴാക്കി കളഞ്ഞ ധാരാളം സമയത്തിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. അതായത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുന്നു. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടനാകുന്നത് വരെ നിങ്ങൾ ഉന്നതിയിൽ എത്തുകയില്ല. വല്ലവനും ഖുർആനിനെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു. നിങ്ങളോട് പറയുന്നതിനെ ശരിയാവണ്ണം ഗ്രഹിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാകണം? അള്ളാഹു ആകണം അല്ലെ. അള്ളാഹു ആകണം. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആകണമെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ ഖുർആനിനെ സ്നേഹിക്കണം. അതാ പറയുന്നത്. ഇപ്പൊ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു സെക്കൻഡ് പോലും എന്താവൂല, ഒരിക്കലും നമുക്കത് നഷ്ടമാകൂല അല്ലെ. തിജാറത്തൻ 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 ലൻ തബൂർ. കൊള്ളായിട്ട് അതെല്ലാം കിട്ടണേ ഇനി. തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം. ഇനി മലയാളം പറയൂല, ഇനി അറബിയാ പറയാ. ബാക്കി നിങ്ങള് പറയണം കേട്ടാ. ഗൂഗിൾ മീറ്റിന്റെ പരസ്യം. തിജാറത്തൻ ലൻ തബൂർ അല്ലെ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. അല്ലാഹു അക്ബർ. ഗൂഗിൾ മീറ്റിന്റെ പറയണ്ട, ഖുർആൻ ക്ലാസിന്റെ എന്ന് പറയാം. ഗൂഗിൾ മീറ്റ് വേറെയും ക്ലാസ് എല്ലാം നടക്കുന്നില്ലല്ലേ. നമ്മളെ ഗൂഗിൾ മീറ്റിന്റെ. അപ്പൊ ഖുർആനിനെ സ്നേഹിച്ചാല് അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നാ പറയും. അതുകൊണ്ട് ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. അബൂ ഉമാമ അൽ ബാഹിലി റഹ്മുല്ല അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് കെട്ടിത്തൂക്കിയ മുസ്ഹഫുകളാകരുത്. അതായത് പണ്ട് കാലങ്ങളിൽ ഖുർആനിലെ കെട്ടിപ്പൂട്ടി ബന്ധാക്കിയിട്ട് അൽമാരുടെ മേലെ എവിടെയെങ്കിലും നല്ല സുരക്ഷിതമായിട്ട് വെക്കൂ, അല്ലെങ്കിൽ എഴുതിയിട്ട് കളാസിൽ എഴുതിയിട്ട് ഉറുക്കിലും ഏലസിലെല്ലാം കെട്ടിയിട്ട് കഴുത്തിലും അരയിലും അല്ലെ കെട്ടി വെക്കും. അങ്ങനെയല്ലേ അല്ലേ? എന്താന്ന് നോമ്പിനെടുക്കും അല്ലേ ഖുറാന്? അത് പണ്ട് അങ്ങനെയല്ലേ? അതെ അല്ലെ. ഇപ്പം മാഷാ അല്ലാ എല്ലാരും പഠിക്കാനും ഇതാക്കാനും തുടങ്ങി. എന്നാലും ഉണ്ട്. അതെ, അറിവില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഇല്ലാണ്ടില്ല. അള്ളാഹു ഈ ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു നമുക്ക് എപ്പോഴും മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ. അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുള്ള സമയത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അല്ലെ. ഇതെല്ലാം പഠിക്കാൻ നല്ല ആരോഗ്യവും ഉന്മേഷമൊക്കെ വേണ്ടേ? രോഗാവസ്ഥയിലും വരുമ്പോ നമ്മൾ ആകെ ക്ഷീണം പിടിക്കുമ്പോ നമുക്ക് ഒന്നും ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ആഫിയത്തിന് ചോദിച്ചോണ്ടിരിക്കണം കേട്ടാ. 5 നേരത്തെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയില് മസ്റ്റ് അല്ലാഹുമ്മ അസ്അലുക്കൽ ആഫിയ അല്ലെ, ആഫിയത്ത് മറന്നു പോകരുത്. കാരണം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു ജലദോഷം വന്നിട്ട് 2 തുമ്മൽ തുമ്മിയാൽ മതി, നമ്മൾ തളർന്നില്ലല്ലേ.
ആകെ നമുക്കൊരു ടയേർഡായ പോലെ അല്ലേ? നേരെ ഓതാനും തോന്നൂല. നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ച് തീർക്കാന്ന് വിചാരിക്കൂ. അപ്പൊ അലസത, മടി അങ്ങനെയുള്ളതിലെല്ലാം എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക. ആഫിയത്തിന് എപ്പോഴും ചോദിക്കാം, മറക്കാണ്ട് ചോദിക്കാം. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയില് അല്ലെ, ആഫിനി ഫി ബദനി, അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അതൊന്നും മറക്കരുത് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ഹറാദ, അങ്ങനെ ഹമ്മ് വൽ ഹസൻ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഔദു ബിക്കയോ അസ്അലുക്കയോ മറക്കാതെ ചോദിക്കാം. അപ്പം ഖുർആൻ വെറും കെട്ടിത്തൂക്കിയ മുസ്ഹഫുകളായി പോകാൻ പാടില്ല. ഖുർആൻ നമ്മൾ എന്താക്കണ്ടെന്നറിയോ? ഖുർആനിന്റെ ഭരണിയാകണം നമ്മളെ ഹൃദയം ഖുർആനിന്റെ ഭരണിയാകാനാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഖുർആൻ ഇട്ട് വെക്കുന്ന ഭരണി. മാങ്ങയിൽ ഉപ്പിലിട്ട് വെക്കാനല്ലേ നമ്മൾ ഭരണി ഉപയോഗിക്കുന്നത് അല്ലെ? ഖുർആൻ എന്ന് എന്താക്കേണ്ടത്? നമ്മളെ ഹൃദയത്തിൽ ഇട്ട് വെക്കാൻ സൂക്ഷിക്കുന്ന ഒരു ഭരണിയായിട്ട് നമ്മൾ മാറാം. അല്ലാതെ ഇപ്പം മുസാഫ് അല്ലെ, നല്ല അടുക്കും ചിട്ടയോടെ ഒരു സ്ഥലത്ത് നല്ല ഷോക്കേസിൽ ഒതുക്കി വെച്ച് അതിനോട് കാണിക്കുന്ന ആദരവ്, ബഹുമാനം അതൊക്കെ. പക്ഷെ അത് എവിടെ ഉണ്ടാകേണ്ടത്? നമ്മളെ ഹൃദയത്തിലാണ്. അപ്പൊ ഭരണി നിറക്കണം അല്ലെ? നമുക്ക് ഖുർആൻ കൊണ്ട് നിറക്കണം. ഇപ്പൊ എത്ര ആയത്? ഒരു കുറച്ച് ഇല്ലേ, ഒരു കുറച്ചേ ആയിട്ടുള്ളൂ. അത് നിറയണ്ടേ അല്ലേ? നിറക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മളെ അല്ലെ ഹൃദയം ഖുർആൻ കൊണ്ട് നമുക്ക് നിറക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഒരു ആശ്ചര്യം തന്നെയല്ലേ? അതുണ്ട്. അതുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണത്. പറയലല്ലേ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോ ഞാനത് ഓർമ്മിച്ച് വെച്ചേനെ. സൂറത്തുൽ നമ്മളിപ്പോ സൂറത്ത് ആല ഇമ്രാൻ എടുക്കുന്നില്ലേ? അപ്പൊ അതില് ഓരോ ആയത്തുകളും സൂറത്തുൽ ബഖറയായിട്ടുള്ള ഒരു കണക്ഷൻ പറയുന്നത്. കബീർ, അതെ, അതിന്റെ അവസാനം ഹബിത്ത തേമല് വേറെയും വരുന്നുണ്ട്. അപ്പൊ ഓരോന്നും അല്ലേ, നമ്മളിങ്ങനെ പഠിച്ച് അവിടെ ഇട്ട് വെച്ചിട്ട് അത് പൂപ്പലൊന്നും പിടിച്ചേക്കല്ലേ, ഇടക്കിടക്ക് എടുത്തിട്ട് നോക്കണോ ഇല്ലേ? മാങ്ങൽ ഉപ്പിലിട്ട് വെച്ചാല് പൂപ്പല് വരൂലേ? മേലെന്ന് അത് കോരിക്കളയണ്ടേ? അതുപോലെ തന്നെ ഖുറാന് പഠിച്ചിട്ട് അവിടെ വിട്ട് ഞാൻ പണ്ടേ പഠിച്ചതാണെന്നും പറഞ്ഞ കാര്യമില്ല. എടുത്ത് ഓതുമ്പോ ചിലപ്പോ കിട്ടൂല. അതുകൊണ്ട് ഇടക്കിടക്ക് എടുത്ത് നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം അല്ലെ? അൽഹംദുലില്ലാ. അതെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടുകാർക്ക് വീട് വിശാലമായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീട്, ആ വീട്ടുകാർക്ക് നല്ല വിശാലത ഉള്ള, എത്ര ചെറിയ വീടാണെങ്കിലും നല്ലൊരു വിശാലത അവിടെ അനുഭവപ്പെടുന്ന പറയുന്നത്. അവിടെ നന്മകൾ കൂടും, മലക്കുകൾ അവിടെ സന്നിഹിതരാവുകയും പിശാചുക്കൾ പുറത്ത് പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടാത്ത വീട്ടിൽ വീട്ടുകാർക്ക് ഇടുക്കം അനുഭവപ്പെടും, നന്മകൾ കുറയും, മലക്കുകൾ പുറത്തു പോവുകയും പിശാചുക്കൾ അവിടെ താമസിക്കുകയും ചെയ്യും. നമ്മള് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളാകണം നമ്മളെ വീടുകൾ. അപ്പോ അവിടെ വിശാലത അല്ലെ, വീടിന് വിശാലത കിട്ടും, നന്മകൾ നിറയും, മലക്കളുടെ സാന്നിധ്യം ഉണ്ടാകും, പിശാചുക്കൾ പുറത്തേക്ക് പോകും. ഖുർആൻ ഓതുന്നിടത്ത് ഇബ്ലീസ് ഉണ്ടാവില്ല, ഓടും. കേൾക്കാൻ കഴിയാത്തൊരു കാര്യമാണ് തോന്നി. അതുകൊണ്ട് ഓതി ഓടിക്ക. പിന്നെ മലക്കുകളെ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് അല്ലെ സ്വാഗതം ചെയ്യാം. എപ്പോഴും മലക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോ ഒരു വേറെ തന്നെ ഒരു സമാധാനം തന്നെയാണ്. അത് ശരിക്കും അത് ശരി തന്നെയാണ് കേട്ടാ. ഖുർആൻ ഓതാത്ത വീട് എന്ന് പറയുന്നതില്ലേ, ഒരു റാമത്ത് ബർക്കത്തും ഇല്ലാതൊരു എത്ര സമ്പത്ത് സൗകര്യങ്ങൾ ഉണ്ടായാലുമില്ലേ, ഒരു കുടിസായിരിക്കും. എപ്പോഴും ഒരു പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തുണ്ടാവില്ല, ഒരു സുഖവും സമാധാനം ഉണ്ടാവില്ല. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പൊ രോഗങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും. ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുമ്പോൾ നമുക്ക് രോഗം വരുമ്പോ അവിടെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അവിടെ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവില്ല അവിടെ അല്ലെ? അതാണ് ഖുർആനിന്റെ സമാധാനം എന്ന് പറയുന്നത്. അതാണ് അവിടെ വിശാലത. ഒരു അനാവശ്യങ്ങൾ അവിടെ കടന്നു വരുന്നില്ല അല്ലെ? പിശാച് ഉണ്ടാവുമ്പോ അല്ലേ എന്തല്ലോ വേണ്ടാത്തവരെല്ലാം വരുവാ. അപ്പൊ ഒരു അനാവശ്യം അവിടെ കടന്നു വരുന്നില്ല. ശരിക്കും അന്നേരം കുട്ടികൾ പഠിക്കാൻ വരുന്ന സമയത്ത് രാവിലെ തന്നെ ഇങ്ങനെ ഓതി ഇങ്ങനെ കേൾക്കുമ്പില്ലേ
വേറെ തന്നെ ഒരു സമാധാനം ശരിക്കും. ഇപ്പൊ ഇല്ലാന്നല്ല, എന്നാലും കുറെ കുട്ടികൾ ഒരുമിച്ച് ഖുറാനെല്ലാം ഇങ്ങനെ ഓതുമ്പോ ആ ഒരു വേറെ തന്നെ സദസ്സിൽ അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു സമാധാനം ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. മാഷാ അല്ലാ. അപ്പം വീട് വിശാലത ഉള്ളതാകാൻ അല്ലെ, വേറൊരു കാര്യം കൂടിയുണ്ട്. വീട് വിശാലത ഉള്ളതാകാൻ വേണ്ടിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്താന്ന് ഓർക്കുന്നുണ്ടാ? ഒച്ചത്തി പറ. മാഷാ അല്ലാ. നാവിനെ സൂക്ഷിക്കുക, നാവ് നിയന്ത്രിക്കാന്, എന്നാലും വീട് വിശാലത ഉണ്ടാവും അല്ലേ? അതെങ്ങനെ നാവ് നിയന്ത്രിച്ച വീട് വിശാലത ആകാന്? അവന്നെയാണ് എല്ലാ സമാധാനക്കേടും ഉണ്ടാക്കുന്നില്ലേ? അപ്പല്ലേ നമുക്ക് കുടുസായിട്ട് ഫീൽ ചെയ്യാന്. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് ഐശ്വര്യാണ്. ഖുർആനിനെ നമ്മള് മുറുകെ പിടിച്ചാൽ അവിടെ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറയും മഹാന്മാരായ ആൾക്കാർ. എന്ന് വെച്ചാല് അവിടെ ദാരിദ്ര്യം അനുഭവപ്പെടൂല, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവും. മനസ്സിനാണ് അവിടെ വിശാലത കിട്ടുന്നത്. എത്ര പട്ടിണി പരിവട്ടമാണെങ്കിലും ആ ഒരു ഇത് ഫീലിംഗ് ഉണ്ടാവില്ല. അതാണ്. ദിയാ ഉൽ മക്വദിസി റഹ്മുള്ള അദ്ദേഹം പറയുന്നത്, അറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രക്കൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശം: നീ ഉപേക്ഷ കൂടാതെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. നീ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ചാണ് നിന്റെ ദൗത്യം എളുപ്പമാവുക. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഉപദേശം. അതായത് നീ ഏതൊരു യാത്രക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിലും, അത് അറിവന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിലും ധാരാളമായിട്ട് ഖുർആനിനെ പാരായണം ചെയ്യുക. അത് ചെയ്യുന്നതിനനുസരിച്ചാണ് നിന്റെ ദൗത്യം എളുപ്പമാവുക. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ അത് പരീക്ഷിച്ചു നോക്കി. ഞാൻ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഹദീസുകൾ കേൾക്കാനും എഴുതിയെടുക്കാനും കഴിയുന്നു. പാരായണം കുറഞ്ഞാൽ അത് പഠിക്കാൻ പ്രയാസം നേരിടുന്നു. അപ്പം ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. രാവിലെ തന്നെ ഖുർആൻ ഓതിയാൽ ശരിക്കും അന്നത്തെ ദിവസം ഭയങ്കര ഒരു ബർക്കത്താണ്. രാവിലെ എന്ന് വെച്ചാല് സുബഹിക്ക് മുമ്പേ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങാം. അതായത് നിസ്കാരത്തിലായിട്ട് കാണാതെ പഠിച്ചവർക്ക് നിസ്കാരത്തിൽ ഓതാ, അങ്ങനെ അറിയാത്തവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാ. സുബഹിക്ക് ശേഷം ദിക്റുകളും അതിനാണല്ലോ കൂടുതൽ ശ്രേഷ്ഠത. അദ്കാറുകൾക്കാണ് സുബഹിക്ക് ശേഷം ശ്രേഷ്ഠത. ഖുർആൻ പാരായണം സുബഹിക്ക് മുമ്പാക്ക. സുബഹി നിസ്കാരത്തിലും അതിനു മുമ്പായിട്ട് തഹജ്ജുദിലും ആ ഒരു സമയത്താണ് കൂടുതൽ ശ്രേഷ്ഠത. ആ ഫജ്റിന്റെ സമയത്തിന് പ്രത്യേകത ഉണ്ട്. അപ്പോ പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഒരു പഠനത്തിനാണെങ്കിലും, ഞാൻ കുട്ടികളോടെല്ലാം പറയണം, ആ മദ്രസയിലെല്ലാം പഠിപ്പിക്കുന്ന കുട്ടികളോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്, നിങ്ങൾ ഖുർആൻ നിങ്ങൾ എന്ത് പഠിക്കുന്നതിന് മുമ്പ് ഒരു 2 പേജ് ഖുർആൻ ഓതിയിട്ട് തുടങ്ങും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ബർക്കത്താണ്, അതിലൊരു ഹൈർ. എന്ത് നമ്മളെ നല്ല കാര്യമില്ലേ അത് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. എല്ലാ കാര്യം അള്ളാഹ് എളുപ്പാക്കി തരണം. കഴിഞ്ഞ ആഴ്ച ദാനി പിന്നെ ഇവിടെ റയാനില് ആഴ്ചക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ പോക്കണ്ടേ. അപ്പോൾ ഒക്കെ കഴിഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഓട്ടോ വിളിച്ചു നോക്കും. അപ്പൊ അയാൾ അവിടെ ഇല്ല, എവിടെ ദൂരം എവിടെ ഉള്ള വരാൻ കഴിയില്ല. എന്നിട്ട് ഇപ്പൊ നടന്നിട്ട് പോകണം, കുറച്ച് മടിയുണ്ട്. പിന്നെ അപ്പൊ കഴിയാത്തോണ്ടാണ്. എന്നിട്ട് അപ്പൊ ലുഹാ നിസ്കരിക്കും. അപ്പൊ ഓള് വിചാരിച്ചു 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ട് എനിക്ക് നടന്നിട്ട് അവിടെ എത്തണ്ടല്ലേ, ലേറ്റ് ആയി പോവോന്ന് വിചാരിച്ചിട്ട് പിന്നെ 2 മാത്രം നിസ്കരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചോരു. പിന്നെയും വിചാരിച്ചോരു വേണ്ട, വെറുതെ നഷ്ടപ്പെടുത്തുള്ള 2 കൂടി നിസ്കരിക്കാന്ന് വെച്ചിട്ട് 2 കൂടി നിസ്കരിച്ചു. അപ്പൊ അതൊക്കെ ഉണ്ട് ഇവരുടെ ഏട്ടന്റെ മോൻ വരുന്ന അവിടെ കാറും കൊണ്ട്. അത് മാഷാ അല്ലാ, ഓക്കാടെ ഒന്ന് ഇറക്കി കൊടുക്കാൻ ഒരാളായി. ഓള് പറയുന്നത്, ഞാന് അത് നിസ്കരിക്കാണ്ട് ഇറങ്ങിയെങ്കിൽ അത് ആഡംബരം നടക്കേണ്ടി വരും. പക്ഷെ അള്ളാഹ് എളുപ്പാക്കി നോക്കിയട്ടെ, വേഗം അവിടെ എത്തിയില്ലേ. മാഷാ അല്ലാ. അവൻ അതാണ് എല്ലാ കാര്യം അങ്ങനെയാണ്. നമ്മള് എന്ത് നിസ്കരിച്ചാല് ഈ സുന്നത്തല്ലോ അപ്പൊ തന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലേ അതില് നമ്മളെ കാര്യങ്ങളെല്ലാം ഒന്ന് എളുപ്പാക്കി തരും. പിന്നെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുടക്കം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യത്തിനു മുമ്പിലും ഇങ്ങനൊരു നന്മ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ അതിന് നമ്മൾ എന്താക്കാന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അന്നേരം ബാക്കി നമ്മളെ കാര്യം ആരാ എളുപ്പാക്കൂ? അള്ളാഹു എളുപ്പാക്കി തരൂ. അങ്ങനെയാണ് എല്ലാ കാര്യം, അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഓർമ്മ നമുക്കത് ജീവിതത്തിൽ വരുമ്പോന്ന് അത് മനസ്സിലാകാം. രാവിലത്തെ സമയത്തിന് തന്നെ ബർക്കത്തുണ്ട് എന്നല്ലേ, ആ ഒരു സമയത്തിന് ബർക്കത്തുണ്ടല്ലോ. അതെ, നല്ലതാ. സുബഹിക്ക് മുമ്പ് തന്നെ ചെയ്യുന്നത് നല്ലതാണ്. പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും എല്ലാം തന്നെ അവിടെ നല്ല മൈൻഡെല്ലാം ഫ്രീ ആയിട്ട് അവിടെ വേഗം കേറും കാലിയായിട്ട്. അപ്പം ഖുർആൻ പാരായണം കൂടുതൽ അധികരിപ്പിച്ചു കഴിഞ്ഞാല് അവിടെ നമുക്ക് എല്ലാ പഠനവും നമുക്ക് എളുപ്പാക്കി തരും.
ഇപ്പൊ നിങ്ങളിൽ കുട്ടികൾ MBBS-നും എഞ്ചിനീയറിങ്ങിനും പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിനും എല്ലാം പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അങ്ങനത്തെ കുട്ടികളോടെല്ലാം പറയേണ്ട ഒരു കാര്യം ഇതാണ്, പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഖുർആൻ പാരായണം ചെയ്തിട്ട് പഠനം തുടങ്ങാൻ. അത് അവർക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്താക്കി കൊടുക്കും. കാരണം എല്ലാ പഠനവും ആവശ്യമുള്ളത് തന്നെ. ഡോക്ടർ ആകുന്നതും എഞ്ചിനീയർ ആകുന്നതും IT മേഖലയിലും എല്ലാം ആൾക്കാർ വരണം, അതെല്ലാം പഠിക്കണം, അതെല്ലാം ഇൽമ നേടുന്നതെല്ലാം പ്രതിഫലമുള്ള കാര്യം തന്നെയാണ് അവിടെ. അപ്പൊ അത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പിൽ ഇത് കൂടെ കൊണ്ടു നടക്കാം. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, അവരോടും പറയാം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ. കാരണം ഇതൊരു ഉപദേശമല്ലേ, നമുക്കൊന്ന് സ്വീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണത്തിൽ മതി വരൂല. നമ്മളെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമുക്ക് ഓതിയാലും എന്താവൂല, മതിയാകൂല. ഓതിയിട്ട് മതിന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളെ ഹൃദയം ശുദ്ധിയായിട്ടില്ല, അതാ മനസ്സിലാക്കേണ്ടത്. ആ അതെ അല്ലെ, സമയക്കുറവും സാഹചര്യങ്ങളും അനുകൂലം. അപ്പം സമയം അല്ല എന്താ പറയാ, ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആനിന്റെ പാരായണം നമുക്ക് മതി വരൂല. ഓതിയാലും നമുക്ക് മതി അല്ലെ എന്ന് തോന്നൂല. ആ രൂപത്തിൽ നമ്മളെ ഹൃദയം ശുദ്ധമാകണം അല്ലെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, ആമീൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കവിത പാടുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യരുത്, ചീത്തക്കാരൊക്കെ ചൊരിയുന്നത് പോലെ വിതറുകയും ചെയ്യരുത്. അതിന്റെ അത്ഭുതങ്ങൾക്ക് മുമ്പിൽ ചിന്താനിമഗ്നരാവുക. അതുകൊണ്ട് ഹൃദയത്തെ ചലിപ്പിക്കുക, ഹൃദയത്തെ ഉത്തേജിപ്പിക്കുക. അവസാനത്തെ സൂറത്തിൽ ഓടിയെത്തലാവരുത് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനല്ല, നമ്മൾ കവിത പാടുന്നത് പോലെ പാടാനും പാടില്ല, കാരക്ക അല്ലെ ചീത്തക്കാരൊക്കെ ചെരിയുന്നത് പോലെ കളയാനും പാടില്ല. അത് ചിന്തിച്ച് ഉറ്റാലോചിച്ചിട്ട് ഖുർആനിനെ പാരായണം ചെയ്യാനാ പറയുന്നത്. ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാം. അങ്ങനെ ആകുമ്പോ അത് നമുക്കത് അല്ലെ, അതായത് ഇപ്പം ഖത്തം ഓതുന്നുണ്ടാവും അല്ലെ, ചില ആൾക്കാര് ഖത്തം ഓതുന്ന സമ്പ്രദായം ഉണ്ടല്ലോ നമുക്ക്. അത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ഇതില് എക്സ്പ്രസ് വിട്ട പോലെ ഇങ്ങനെ ഓതുന്നുണ്ടാവും അല്ലെ. അങ്ങനെ അതെ, ഉച്ചത്തിൽ ഓതാ. വീട്ടില് വേറെ അന്യപുരുഷന്മാർ ഒന്നില്ലെങ്കിൽ നല്ല ഉച്ചത്തിൽ തന്നെ ഓതിക്കോ. നല്ല ഉച്ചത്തിൽ ഓതുന്നതിനൊന്നുമില്ല. അതെ, ഉച്ചത്തിൽ തന്നെ ഓതണം. നമ്മൾ നിസ്കാരത്തിൽ പോലും ഒരല്പം നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ ഓതാനല്ലേ പറയുന്നത്, എന്നാലേ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ നമ്മൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ ഓതാൻ പറയുന്നില്ലേ. അതുപോലെ പിന്നെ വേഗം തീർക്കണമെന്നുള്ള ലക്ഷ്യമല്ല. എന്താ ഉണ്ടാവേണ്ട ലക്ഷ്യം? ഇതെന്ന് എനിക്ക് മനസ്സിലാകണം എന്നുള്ള ലക്ഷ്യം ഉണ്ടാവേണ്ടത്. അപ്പോ ഓതാ, അർത്ഥെടുക്ക, നോക്ക. ഓതിയ തന്നെ ഓതിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. അങ്ങനെ നമ്മള് അതൊരു ശീലമാക്കുക. വേഗം ഖത്തം തീർക്കണം, ഞാൻ 40 ഖത്തം തീർത്ത് എന്നല്ലോ പറയാൻ വേണ്ടിയിട്ടൊന്നും ആരും ഖത്തമൊന്നും തീർക്കണ്ട അല്ലേ. 40 തീർത്തോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താക്ക, ഇപ്പൊ നമ്മൾ എടുത്ത ആയത്തന്നെ അതാണ് അല്ലെ. എന്താക്കണ്ട, ധൃതി കാണിക്കണ്ട, നീ ധൃതിപ്പെടണ്ട, സാവകാശം അല്ലെ. കാരണം ഇത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇട്ടുതരേണ്ടത് ആരാന്ന്? അള്ളാഹു ആണ്. അള്ളാഹു അതിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ. അള്ളാഹ് നമുക്ക് ഇട്ടുതരും. നമ്മൾ എന്താക്കിയാ മതി, നമ്മളിതിങ്ങനെ പാരായണം ചെയ്തോണ്ടിരുന്നാ മതി. അത് ആവർത്തിച്ച് പാരായണം ചെയ്യാം. ഒരായത്തന്നെ അത് എന്താന്ന് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത് വരെ ഓദിക്കോ അല്ലെ. ഒരായത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറഞ്ഞതെന്നുള്ളതൊന്ന് നോക്കാം, എന്നിട്ട് പഠിക്കാം. ആ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് നമ്മളെ ഹൃദയം കൊണ്ടാകും അത്. അപ്പൊ ഓരോ ആയത്ത് ഓതുമ്പോ എത്ര പ്രാർത്ഥിക്കാന്നറിയോ? ഖുർആൻ ഓതിയാല് അനക്ക് എപ്പോഴും കഥ അധികം തീരൂല. എന്താ ഞാൻ വിചാരിക്കും, അനക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ എന്ന് വിചാരിക്കും. ചില സമയം എനിക്ക് സങ്കടമാകലാണ്. ചിലപ്പോ ഓരോ ആയത്തില് നമുക്ക് കുറേ പ്രാർത്ഥിക്കാനുണ്ടാവും. അതിനെ ഓർമ്മിച്ച് പ്രാർത്ഥിക്കും. കാരണം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇത് വരുമ്പോ നമുക്ക് പ്രാർത്ഥിക്കുമ്പോ അത് ഭയങ്കര ഒരു ഇതല്ലേ, ശ്രേഷ്ഠതയല്ലേ. റംസാനിലെ പ്രത്യേകിച്ചിട്ട്
ആ റമദാൻ ഇതാ എത്തി. റജബൻ വ ഷാബാൻ അല്ലേ? അള്ളാഹു എത്തിക്കട്ടെ നമ്മളെല്ലാവരെയും അല്ലെ, ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഉന്മേഷത്തോടെ റമദാനിലേക്ക് അള്ളാഹു നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ. കഴിഞ്ഞ റമദാൻ നമ്മളത് സ്വീകരിക്കട്ടെ. ഉബയ്യിബ്നു ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എനിക്ക് ഉപദേശം തരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഇമാമാക്കുക, അതിനെ നീ വിധികർത്താവായി തൃപ്തിപ്പെടുക. അതാണ് നിങ്ങൾക്ക് ദൂതൻ വിട്ടയച്ചു പോയത്. അത് ശുപാർശകനാണ്, അനുസരിക്കപ്പെടേണ്ടതും സംശയിക്കപ്പെടാത്ത സാക്ഷിയുമാണ്. അതിൽ നിങ്ങളുടെയും പൂർവികരുടെയും ചരിത്രമുണ്ട്. നിങ്ങൾക്കു ശേഷം വരുന്നവർക്ക് ആവശ്യമായ ഉത്ബോധനവും വിധിയും വൃത്താന്തവുമാണത്. ഖുർആനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് ഇമാമാക്കാൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഇമാമാക്കാൻ, മുമ്പിൽ വെക്കാൻ, എല്ലാത്തിന്റെ മുമ്പില് അല്ലെ. ഈ ഖുർആൻ കൊണ്ടുപോയി മുമ്പിൽ വെക്കാനല്ല അല്ലെ, ഖുർആനിൽ എന്താന്ന് പറഞ്ഞിന് അല്ലെ എന്നുള്ളത് നോക്കാന്. പിന്നെയോ വിധികർത്താവായി തൃപ്തിപ്പെടുക. കുറെ കാര്യങ്ങളിലെ വിധി ഇതിലുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും ശരിക്കും ഭയങ്കര അതിശയം തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അപ്പം അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ വിട്ടേച്ചു പോയത്. അത് ശുപാർശകനാണ്. നമുക്ക് നാളെ അല്ലെ ഖുർആൻ നീ പാരായണം ചെയ്താൽ അതിന്റെ ആൾക്കാർക്ക് വേണ്ടി നാളെ ശുപാർശകനായി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ പിന്നെയോ അനുസരിക്കപ്പെടേണ്ടതും സംശയിക്കപ്പെടാത്ത സാക്ഷിയുമാണ്. സാക്ഷിയല്ലേ അല്ലേ, ഷാഹിദല്ലേ. പിന്നെ നിങ്ങളുടെയും പൂർവികരുടെയും ചരിത്രമുണ്ട് അതില്, സഹാബാക്കളെ കുറിച്ചിട്ടും അല്ലെ. പിന്നെ നിങ്ങൾക്ക് ശേഷം വരുന്നവർക്ക് ആവശ്യമായ ഉത്ബോധനവും വിധിയും വൃത്താന്തവുമാണത്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ബിൻ അൽ വാസി റഹ്മുല്ല അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഖുർആൻ വിജ്ഞാന കുതികുകളുടെ പൂന്തോട്ടമാണ്. ആ തോട്ടത്തില് എവിടെ ചെന്നാലും അവർക്ക് നല്ല ഉല്ലാസമായിരിക്കും. നല്ല പൂന്തോട്ടം അല്ലെ. പൂന്തോട്ടം ആർക്കാ ഇഷ്ടമല്ലാത്ത അല്ലെ. ഒരു പൂവ് ഇടാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. പൂക്കളും പൂന്തോട്ടവും ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഉണ്ടാവില്ലല്ലേ. എന്തായാലും അത് നമുക്ക് കൺകുളിർക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അല്ലെ. ആ പൂക്കൾ, ഒരുപാട് പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ കയറി കഴിഞ്ഞാല് എവിടെ ചെന്നാലും നമുക്ക് എന്താണ്, അതൊരു ആനന്ദവും ഉല്ലാസവും തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവിടെയും നമുക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും അല്ലെ. അള്ളാഹുവിന്റെ കുദ്റത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അത് പൂക്കളുടെ തോട്ടമായാലും പഴങ്ങളുടെ തോട്ടമായാലും അല്ലെ, പച്ചക്കറികളുടെ തോട്ടമായാലും എല്ലാം എന്താണ്, ഒന്നിനൊന്ന് നമുക്കത് അതുപോലെയാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. അതെ. അപ്പൊ അതുപോലെയാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. ഖുർആൻ എവിടെ പോയാലും എന്താണ്, നമുക്ക് എവിടുന്ന് ഏതെടുത്ത് ഓതിയാലും എല്ലാം നമുക്ക് ആനന്ദകരവും ഉല്ലാസകരവുമാണ്, ആസ്വാദനമാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസ്വരി റഹ്മഹുല്ല അദ്ദേഹം പറയുന്നത്, നിങ്ങൾ 3 കാര്യങ്ങളിൽ നിങ്ങൾ ജീവിത മാധുര്യം തിരക്കുക. ജീവിത മാധുര്യം 3 കാര്യങ്ങളിൽ. കുറെ മുമ്പ് ഞാനിത് പറഞ്ഞു തന്നെ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ ഏതാ ഈ 3 കാര്യങ്ങളെന്ന്? നമ്മളെ ജീവിതത്തിന്റെ മാധുര്യം ഈ 3 എണ്ണത്തിൽ തിരക്കാൻ. ഒന്ന് ഖുർആനാണല്ലേ. അതെന്തായാലും ഖുർആനായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഖുർആനാണല്ലേ പറയുന്നത് അല്ലേ. പിന്നെന്തായിരിക്കും ഒന്ന്? രാത്രി നമസ്കാരം എന്നല്ല, നിസ്കാരത്തില്. പിന്നെ ഒന്നെന്താന്ന്? എന്ത്? അല്ല, ശരിക്കും പറഞ്ഞാല് ദിക്റിലാണ്. ദിക്ർ അല്ലെ, ദുനിയാവിലെ സ്വർഗല്ലേ അങ്ങനെയല്ലേ പറയുന്നത്. ദിക്ർ ചെയ്യാന്ന് പറയുന്നത് എന്താന്ന്? ദുനിയാവിലെ സ്വർഗം. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സ്വർഗാന്നത്. ഇൽമിന്റെ സദസ്സ് എന്താന്ന്? ദുനിയാവിലെ സ്വർഗല്ലേ അല്ലേ. ദുനിയാവിലെ സ്വർഗല്ലേ? അതെ. അപ്പൊ ദിക്ർ, നിസ്കാരം, ഖുർആന്, ദിക്ർ, ഈ 3 കാര്യങ്ങളില് നിങ്ങൾ ജീവിതത്തിന്റെ മാധുര്യം കണ്ടെത്താൻ, ആ മാധുര്യം നിങ്ങൾ കണ്ടെത്തിയാൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മാധുര്യം കണ്ടെത്താനായില്ലെങ്കിലോ? എന്താ പറയുന്നത്?
അവിടെ എന്താ പറയുന്ന അറിയോ? അവിടെ നമ്മളെ ഹൃദയം പൂട്ടിയിട്ടാ ഉള്ളേ, തുറക്കണം. കൽബ് പൂട്ടിയിട്ടാ ഉള്ളത് അവിടെ, നഷ്ടത്തിലാണ്. അത് തുറക്കണം അല്ലെ? അള്ളാഹ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അല്ലെ? ഖുർആൻ നിങ്ങൾ എന്താ ഖുർആൻ തദബ്ബുർ ചെയ്യാത്തത്? നിങ്ങളെ ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? അല്ലെ? ലോക്ക് ചെയ്തിട്ടാ ഉള്ളത്. അപ്പൊ എന്താക്കണം? ലോക്ക് നമ്മൾ തുറക്കണം, ഹൃദയം തുറക്കണം അല്ലെ? റബ്ബിഷ് റഹ്ലി സദ്രി, അല്ലെ? ഞങ്ങളെ ഹൃദയത്തിന് വിശാലമാക്കിത്ത അല്ലാഹ്. എല്ലാം അല്ലെ, എന്ത് വന്നാലും കേറുന്ന ഒരു മനസ്സ്, എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വിശാലത, അല്ലെ? എപ്പോഴും റബ്ബിഷ് റഹ്ലി സദ്രി ഒന്ന് വിട്ടു പോകരുത് കേട്ടാ. അള്ളാന്റെ അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അള്ളാഹ് പിളർത്തിയിട്ട് തന്നെയാണ് ക്ലിയർ ആക്കി കൊടുത്തത്. നമ്മൾക്കൊന്നും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ, അല്ലേ? അങ്ങനെ ഇല്ലെങ്കിലും ഉള്ളുന്നെങ്കിലും ഒന്ന് അത് ക്ലിയർ ആക്കി തരട്ടില്ലേ അള്ളാഹ്. അത് പ്രാർത്ഥിക്കാം നമ്മള്, ഹൃദയം ശുദ്ധമാകാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ വഅൻത ഖൈറു മൻ സക്കാഹ. അതെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പം നമുക്കിതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെ? റുക്കുവും സുജൂദും. ഇന്നലത്തെ ക്ലാസ്സിൽ സുജൂദിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ആ രൂപത്തിലാകുന്നുണ്ട് നമുക്കൊരു സുജൂദ്, അല്ലെ? അത് പറയുമ്പോ എന്താ പറയുന്നത്? നിങ്ങൾ ബീച്ചിൽ പോയാലും സുജൂദ് ചെയ്യേണ്ടി വരും, പാർക്കിൽ പോയാലും സുജൂദ് ചെയ്യേണ്ടി വരും, എന്ത് കണ്ടാലും ആ രീതിയിൽ നമ്മൾ ആയാ, അല്ലേ? സുബ്ഹാനല്ലാഹ്. എപ്പെങ്കിലെല്ലാം ചില സമയത്ത് അങ്ങനെ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ ആയിട്ടില്ല. ശുക്രിന്റെ സുജൂദൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയാ, ആ ഒരു ഇഷ്ടത്തോടെ, ആ ഒരു മാധുര്യം നുണയാന് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കേട്ടു പോകലല്ല. ഒരു ക്ലാസ് കേൾക്കുമ്പില്ലേ, ഒരു പോയിന്റ് പറയുമ്പോ എന്താക്കാന്നറിയോ? അവിടെ സ്റ്റോപ്പ് ആക്കാന്, പോസ് ചെയ്യാന്, എന്നിട്ട് അതിനെ പറ്റി 2 മിനിറ്റ് ചിന്തിക്ക്. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്ക്. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്, അല്ലെ? എന്നിട്ട് പിന്നെ അടുത്തത് കേൾക്കാം. അന്നേരം കുറച്ചെങ്കിലും എന്തുണ്ടാവും? ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് ബാക്കോട്ട് അടിക്കാം, എന്നിട്ട് ഒന്നും കൂടി അത് കേൾക്കാം. ഇതെല്ലാം ഞാൻ ചെയ്യുന്ന പണിയാന്നേ, നിങ്ങൾക്കും വേണമെങ്കിൽ സ്വീകരിക്കാം. ആ ബേക്കടിച്ചിട്ട് അതന്നെ ഒന്നും കൂടി കേൾക്കാം. കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. ഇതിനൊന്നും വേറെ സമയമൊന്നും വേണ്ടല്ല, പണിയെല്ലാം എടുക്കുമ്പോ തന്നെ ചെയ്യാലോ. അതെ, അവരൊരായത്ത് പഠിച്ചാല് അത് പ്രവർത്തിച്ചിട്ട് അടുത്ത ആയത്ത് പഠിക്കലുള്ളൂ എന്നാ പറയുന്നത്, അല്ലെ? നമുക്ക് തിരക്കാം, പഠിക്കണോ, അല്ലെ? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അതെ, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഹൃദയങ്ങൾ എന്നത് ആവനാഴികളാണെന്ന് പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, ഹൃദയങ്ങൾ എന്നത് ആവനാഴികളാണ്, അവയെ ഖുർആൻ കൊണ്ട് നിറക്കുക, മറ്റൊന്നും നിറക്കാതിരിക്കുക. ആവനാഴി എന്താണെന്നറിയോ? ആവനാഴി അറിയില്ല? വില്ലിടുന്ന അമ്പും വില്ലും ഇല്ലേ, അതില് വില്ലിടുന്ന ഒരു സാധനത്തിനാണ് ആവനാഴി എന്ന് പറയാ. പുട്ടുംകുറ്റി പോലത്തെ ഒരു സാധനം, അത് ഇങ്ങനെ ബാക്കിൽ ഇടാന്, അല്ലെ? വേടന്റെ ബാക്കിൽ ഇടാന്. അതിൽ നിന്ന് വില്ലെടുത്തിട്ടാണ് എന്താക്കാന്, അമ്പിലിട്ടിട്ട് ഇതാക്കാന്. അതിൽ നിറയെ, അപ്പൊ അത് നിറയെ വില്ലുണ്ടാവും. ഒന്ന് എഴുതിയാലോ തിരിച്ചു വരൂലല്ലോ, അപ്പൊ അടുത്തെടുത്തിട്ട് അടിക്കണ്ടേ? അതിന് വേണ്ടിട്ട് അതിൽ നിറക്കുന്ന സാധനം, അതാണ് ആവനാഴി. അതുപോലെ നമ്മളെ ഹൃദയത്തെ ആക്കുക. എന്നിട്ട് അതിലെന്താ നിറക്കേണ്ടത്? അമ്പല്ല, അല്ലെ? ഖുർആൻ കൊണ്ട് നിറക്കുക. നേരത്തെ ഭരണി പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ആവനാഴി നമുക്ക് അറിയില്ലാന്നേ ഉള്ളൂ. വേട്ടക്കാരന്റെ പുറത്തുണ്ടാവൂലേ ഒരു പെട്ടി, അതന്നെ വേട്ടക്കാരനെന്ന് ഇവർക്ക് അറിയില്ല. പണ്ട് കഥ പുസ്തകം വായിക്കണം. വില്ല്, സോറി, അമ്പ്. അതന്നെ അമ്പ് എന്നേ പറഞ്ഞേ. അപ്പൊ പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക, അത് പഠിക്കുകയും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. കാരണം ആ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അത് മുഖേന നിങ്ങൾക്ക് പ്രതിഫലവും കിട്ടും. ചിന്തിക്കുന്നവർക്ക് ഉപദേശകനായി ഖുർആൻ തന്നെ മതി, അല്ലെ? വഖഫാ ബിഹി വാഇലൻ ലിമൻ അഖൽ. ചിന്തിക്കുന്നവർക്ക് ഉപദേശകനായിട്ട് ഖുർആൻ തന്നെ മതി. അപ്പം ഖുർആൻ മുറുകെ പിടിക്കുക, അത് പഠിക്കുക,
മക്കളെ പഠിപ്പിക്കുക. കാരണം നാളെ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ചോദിക്കും, കുട്ടികൾക്ക് നിങ്ങൾ തിന്നാൻ കൊടുക്കാത്ത എനിക്ക് ചോദിക്കൂല, എന്താ നീ ദീൻ പഠിപ്പിച്ചു കൊടുക്കാത്ത എന്നുള്ളതിൽ നാളെ ചോദ്യം വരും. അതുകൊണ്ട് അതാണ് നമ്മൾ അനന്തരാവകാശമായിട്ട് കൊടുക്കേണ്ടത് നമ്മളെ മക്കൾക്ക്, അല്ലെ? നമ്മളെ മക്കളെ വിചാരിച്ചിട്ട് നമ്മൾ കുറെ സമ്പത്ത് ഉണ്ടാക്കി, കുറെ സ്വത്ത് മുതൽ ഉണ്ടാക്കി, കുറെ ഷോപ്പിംഗ് ഉണ്ടാക്കി, അല്ലെ? ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കി, കുറെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തിയിട്ട് അവർക്ക് കൊടുത്ത്, അതൊക്കെ അവർക്ക് എവിടെ ഉപകാരപ്പെടാ? അവർക്ക് ദുനിയാവിലാണ് അത്, അല്ലേ? ആ മക്കളെ തന്നെ അതിന്റെ കൂടെ എന്താ വേണ്ടേ? കരയുന്നൊന്നില്ല അല്ലെ, വെറുതെ ആക്കുന്നതാണ് അല്ലേ? ഓ, അപ്പോ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക. നാളെ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അത് മുഖേന നിങ്ങൾക്ക് പ്രതിഫലവും കിട്ടും. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഖുർആൻ തന്നെ മതി ഉപദേശകനായിട്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള എന്ന് പറയാൻ, അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? നീ ആവട്ടെ മറ്റുള്ളവരാവട്ടെ അള്ളാഹുവിനോട് എത്ര സ്നേഹമുള്ളവനാണെന്നറിയാൻ തന്റെ ഹൃദയത്തിൽ ഖുർആനിനോട് എത്ര സ്നേഹമുണ്ടെന്ന് പരിശോധിച്ചാൽ മതി. നീ ആവട്ടെ മറ്റുള്ളവരാവട്ടെ അള്ളാഹുവിനോട് എത്ര സ്നേഹമുള്ളവനാണെന്നറിയാൻ തന്റെ ഹൃദയത്തിൽ ഖുർആനിനോട് എത്ര സ്നേഹമുണ്ടെന്ന് പരിശോധിച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തില് ഖുർആനിനെ ഉൾക്കൊള്ളുന്നവരാണോ, അല്ലെ? ഖുർആൻ പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മൾ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാരും പഠിക്കുന്നുണ്ട് ഖുർആൻ, അതുകൊണ്ട് ഞാനും ഖുർആൻ പഠിക്കുന്നു, അല്ലെ? എല്ലാരും ഗ്രൂപ്പിൽ ചേർന്ന് ഖുർആൻ പഠിക്കുന്നു, ഓതുന്നു, അതുകൊണ്ട് ഞാനും പഠിക്കണം എന്നല്ല, അല്ലെ? അതിനോട് ഇഷ്ടം വന്നിട്ട് നമ്മൾ എന്താക്കണം? പഠിക്കണം. അത് പഠിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹം, ഇഷ്ടം, ആ ഒരു ഇഷ്ടം തന്നെ നമ്മൾ എന്താക്കൂ? അത് പഠിക്കാൻ നമ്മളെ സഹായിക്കൂ. അത് ഇഷ്ടം വന്നതിനാല് നമുക്ക് അതിനുള്ള സമയവും കിട്ടും. അങ്ങനല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സമയം കിട്ടുന്നില്ലേ? നമ്മളിപ്പോ ഒരു ഫുഡ്, ആരെങ്കിലും നല്ലൊരു ഐറ്റം, പുതിയ ഐറ്റം പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമ്മൾ എന്താക്കും? മെനക്കെടൂലേ? സമയം കണ്ടെത്തിയിട്ട് ഉണ്ടാക്കൂലേ, അല്ലെ? അത്ര പണിയെടുത്തിട്ടായാലും ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ മെനക്കെടും, അല്ലെ? അതാണ് ഇഷ്ടത്തിന്റെ പ്രത്യേകത. അപ്പൊ അതുപോലെ നമുക്ക് അള്ളാഹുവിനോട് എത്രത്തോളം നമ്മളെ കൽബിൽ ഇഷ്ടമുണ്ട്, അത് നമ്മളെ ഖുർആനിനോടുള്ള ഇഷ്ടത്തിന്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവാന്നാ പറയുന്നത്. അപ്പം നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുക, അത് ആഗ്രഹിച്ച് പഠിക്കുക, പൂർത്തിയാക്കണം എന്നുള്ള നിയത്തോടു കൂടി പഠിക്കുക, നല്ല നിയത്തോടു കൂടി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ ഗ്രന്ഥം ഇത് നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ്, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, അല്ലെ? മുബാറക്കായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ വത്തഖൂ ഫത്തബിഊഹു, ആദ്യം അതാ പറഞ്ഞത്, സോറിയേ. നമ്മളിവിടെ ഇപ്പൊ അധ്യായത്തല്ലേ, ഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, അതേപോലെ ഫത്തബിഊഹു, നീ അതിനെ പിൻപറ്റുക ആദ്യം. പിന്നെയോ വത്തഖൂ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, അള്ളാഹുവിന്റെ കരുണ ലഭിച്ചേക്കാം. അള്ളാഹിന്റെ കരുണ ലഭിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഈ സൂറത്ത് ആയത്ത് എത്രയെന്ന്? ഏതാ സൂറത്ത്? ഏതാ എത്രാമത്തെ? സൂറത്ത് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. സൂറത്തുൽ അൻആമിലെ 155 ആയത്താണ്. സൂറത്തുൽ അൻആമിലെ 155 ആയത്താണ്. ഒരു വട്ടെങ്കിലും ഇത് ഓതാൻ പറയുന്നുണ്ട്. തൗഹീദ്, സൂറത്ത് തൗഹീദാണ്. സൂറത്തുൽ അൻആമല്ലേ ഇന്നലെ ക്ലാസ്സിൽ ഫുള്ളും പറഞ്ഞത്. മാഷാ അല്ലാഹ്. ഒരു ഹദീസും കൂടി വായിച്ചിട്ട് നിർത്താം. ഖുർആനിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് ഒരു 5-6 ക്ലാസ് നമുക്ക് എടുത്താലും തീരൂല, അത്രയും ഉണ്ട്. ഒരു ഹദീസ് ഇന്ന് ഇപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം. ഒരു ഹദീസ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താ പറയുന്നത് അറിയോ? അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയുന്നു,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുക. അബ്ശിറൂ അബ്ശിറൂ, ഇങ്ങനെ പറയും, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഖുർആൻ അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലും ഒരറ്റം നിങ്ങളുടെ കൈകളിലുമാണ്. അതിനാൽ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല, നശിക്കുകയില്ല. അപ്പം ഇതിന്റെ ഒരറ്റം എവിടെയുള്ളത്? ഇതിന്റെ ഒരറ്റം അള്ളാന്റെ കയ്യിലാ ഉള്ളത്. ഒരറ്റം നമ്മൾ പിടിച്ചാല് രക്ഷപ്പെട്ട്, അല്ലേ? അപ്പൊ മുറുകെ പിടിച്ചോ. ഒരാളും ഈ ഖുർആൻ എന്താക്കണ്ട, ഇടയ്ക്കൊന്ന് വിട്ട് കളയരുത്, അല്ലെ? പഠിക്കാൻ തുടങ്ങി, എന്നിട്ടോ പഠിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല എന്നിട്ട് നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതേ, ഒരിക്കലും ഉണ്ടാവരുത്. ഈ ക്ലാസ്സിലുള്ള ഓരോ ആൾക്കാരോടും പറയുന്നത്, ഖുർആനിന്റെ പഠനവും പാരായണം അത് പാതി വഴിക്ക് ഒരിക്കലും നിർത്തി പോകരുത്. അത് പിന്നെ ജീവിതത്തിൽ എന്താ പറയാ, തീരാത്ത നഷ്ടമായിരിക്കും. അതുകൊണ്ട് പാരായണത്തിലൂടെ എത്തിക്കഴിഞ്ഞാലും ചിലപ്പോ അതിൽ വ്യാപൃതരാകുമ്പോ നമ്മൾ വഴി തെറ്റാൻ സാധ്യത ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അമീൻ. അല്ലെ? ഈ ഒരു മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അമീൻ. കൊടുത്ത എല്ലാവർക്കും മിഷ്കാത്ത് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തേ, അല്ലേ? അള്ളാഹു ആർക്കാന്ന്, അല്ലേ? ചില ആൾക്കാർക്കും ചിലപ്പോ കൂടുതൽ മെസ്സേജ് വരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അത് നമുക്കിപ്പോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. കുറെ ആൾക്കാർ ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങളും, അല്ലെ, നിർദ്ദേശങ്ങളും എല്ലാം. അതെ, വായിച്ചിട്ട് ക്ലിയർ ചാറ്റ് ചെയ്താൽ മതിയല്ല. ചില ആൾക്കാർക്ക് ക്ലിയർ ചാറ്റ് ചെയ്യാൻ വരെ മനസ്സിലെ പോലും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ, തൃപ്തിപ്പെടട്ടെ, നിലനിർത്തി തരട്ടെ, അല്ലെ? അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹിദായത്ത്, ഇഖ്ലാസ്, തഖ്വ ഇതെല്ലാം എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ഖിയാമയിലെ ആയത്തൊന്നും ഓതിയിട്ട് നമുക്ക് നിർത്താം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലേ? അത് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. നീ നിന്റെ നാവിനെ, അല്ലെ, ധൃതിപ്പെട്ടുകൊണ്ട് അത് പിന്നെ പാരായണം ചെയ്യാൻ വേണ്ടി നീ ധൃതിപ്പെട്ട് ചലിപ്പിക്കേണ്ടതില്ല. അതിന്റെ ഒരുമിച്ച് കൂട്ടലും നിന്റെ ഹൃദയത്തിലേക്ക് അത് ഉറപ്പിക്കലും അത് എന്റെ മേലാണ് ബാധ്യത, അള്ളാഹു തആല പറയും. അതുകൊണ്ട് നീ ഖുർആനിനെ പാരായണം ചെയ്യുന്നതായാൽ അതിനെ പിന്തുടരുക, അല്ലെ? അതിനെ പിന്തുടരുക, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നീ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും ഖുർആനിനെ ഏറ്റെടുത്ത്, അല്ലെ, കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു കയ്യിൽ ഖുർആൻ നമുക്ക് മുറുകെ പിടിച്ച്, അല്ലെ, അള്ളാഹുവിന്റെ ആ ഒരു സന്നിധിയിലേക്ക് എത്താനുള്ള എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ ഹൃദയത്തിലേറ്റിയതുപോലെ, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഖുർആനിനെ ഉൾക്കൊണ്ടതുപോലെ, അവരെ തുടർന്നുള്ള താബീയങ്ങളും തബഉ താബീയങ്ങളും ഖുർആനിനെ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾക്കും ഖുർആൻ പഠിക്കാൻ റഹ്മാനായ റബ്ബേ നല്ല തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. ഈ ഖുർആനിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. ഖുർആനിന്റെ പഠനം ഏറ്റവും നല്ല രൂപത്തിൽ വളരെ എളുപ്പമായിക്കൊണ്ട് പൂർത്തിയാക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഒരുപാട് ആൾക്കാർ ഈ ഒരു വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പലരും ഭയത്തോടെയും ഉത്കണ്ഠയോടും കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് പറ്റുമോ എന്നുള്ള ഒരു ചിന്ത, അല്ലെ? എല്ലാവർക്കും ഖുർആൻ പഠിക്കുകയും
പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അവരവരാൽ കഴിയുന്ന രീതിയിൽ കറക്ഷൻ കൊടുത്ത് അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അള്ളാഹുവെ അവർക്കും നീ അത് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും എളുപ്പത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അത് പകർന്നു കൊടുക്കാൻ റഹ്മാനായ റബ്ബേ നീ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ഖുർആൻ കൊണ്ട് ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ പരിശുദ്ധ ഖുർആനിന്റെ പഠനം നാളെ പരലോകത്ത് നമുക്ക് ഒരു അനുകൂലമായ സാക്ഷിയായും നമ്മുടെ ഖബറുകളിൽ നമുക്ക് വെളിച്ചമായും മഹ്ശറയിൽ വിചാരണ എളുപ്പമാകുന്ന ഒരു കാര്യമായും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആക്കി തരണേ റഹ്മാനെ. അതുപോലെ സ്വർഗത്തിലെത്തിയാൽ അവിടെ പദവി നിശ്ചയിക്കുന്നത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണല്ലോ റഹ്മാനായ റബ്ബെ. ഏറ്റവും ഉന്നതമായ ദർജ ഈ ഖുർആനിലൂടെ നമുക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖുർആനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി, യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുസ്ലിമീങ്ങളായി, യഥാർത്ഥ മുഹ്സിനീങ്ങളായി, മുവഹിദുകളായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുവാനുള്ള നല്ല ആരോഗ്യവും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും നശാത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, വീരുത്വത്തിൽ നിന്ന്, മനപ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെല്ലാവരും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നേർമാർഗത്തിൽ നിന്നും തെറ്റിക്കാൻ നടക്കുന്ന പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അതാ ഞങ്ങളെല്ലാവരും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകൾ ഖുർആൻ കൊണ്ട് നിറക്കാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഖുർആൻ കൊണ്ട് നിറക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. അതിലൂടെ പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടകങ്ങളിൽ നിന്നും പിശാചുക്കളെ ആട്ടിയകറ്റാൻ ഞങ്ങൾക്ക് നീ സഹായം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്നും, നോട്ടങ്ങളിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും, വാക്കുകളിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വരും തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല റഹ്മാനെ റബ്ബേ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ സദാ വർഷിക്കണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന സച്ചരിതരായ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നാഥാ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ രോഗശമനവും ഷിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കായി നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين صلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب